പ്രിൻസസ് കട്ട് ഫ്രണ്ട് ഓപ്പൺ സാരി ബ്ലൗസ്. നെക്ക് 4 ഇഞ്ച്, ഒരു 3 ഇഞ്ച്, 1/2 ഇഞ്ച് കുഴിച്ചു, 7 ഇഞ്ച് കൈക്കുഴി, 1/2 ഇഞ്ച് കയറ്റി ഷേപ്പ് ചെയ്തു. ബസ് പോയിന്റ് 10 ഇഞ്ച്. അവിടെ നിന്ന് ഇവിടുന്ന് 4 ഇഞ്ച് ഒരു വര, താഴെ 3.5 ഇഞ്ച് ഒരു മാർക്ക് ഇതിലമ്മ കൂട്ടി വെപ്പിച്ചു. ഇവിടുന്ന് 2 ഇഞ്ച് വരത്തിൽ പോയിന്റിന് ഇതിലേക്ക് ജോയിൻ ചെയ്തു. അവിടുന്ന് ആം ഹോളിൻ്റെ സെൻറ്ററിലേക്ക് വരച്ചു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്തിട്ട് തുണിയെ വെച്ച് കട്ട് ചെയ്യും. ഫ്രണ്ട് പാർട്ടാണിത്. പ്രിൻസസ് കട്ട് ടക്ക് ഫ്രണ്ടിൽ പീസ്, ഇത് സൈഡ്. ഇത് സ്ലീവിലുള്ള തുണി, ഇത് ഫ്രണ്ട് മിഡിൽ പാർട്ട്, ഇത് സൈഡ് ഫ്രണ്ടിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ സൈഡ്, ഇത് ബാക്ക് പാർട്ട്. ഇതെല്ലാം ഇനി കട്ട് ചെയ്തെടുക്കുന്നു. പ്രിൻസസ് കട്ടിനുള്ള ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് വെട്ടി, പിന്നെ ഫ്രണ്ട് പാർട്ട് പ്രിൻസസ് കട്ട് ടക്കിടാനുള്ള പീസ്, ഫ്രണ്ട് പീസ്. ഇത് കൈ ഫ്രണ്ട് പീസ്, ടക്ക് ഇടുന്ന പാർട്ട് ഫ്രണ്ട്, ഇത് ബാക്ക് പാർട്ട്. പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇവിടെ ടക്ക്, ഫ്രണ്ട് പാർട്ടിൻ്റെ കഴിഞ്ഞു. ഇത് ബാക്ക് പാർട്ട്, ഇത് സ്ലീവ്. സാരി ബ്ലൗസ് 90 സെൻറ്റിമീറ്റർ ഉള്ളു, വീതിയില്ല. അതുകൊണ്ട് സ്ലീവും ബാക്ക് പാർട്ടും ഇതിനകത്തുനിന്ന് വെട്ടിയിടുക. ബാക്ക് പാർട്ട്, സ്ലീവ്, പിന്നെ ഒരു സൈഡ് പാർട്ട്. 2 സൈഡ് പീസ് വെട്ടിയെടുക്കണം. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കൈക്കുള്ള തുണി, കൈയുടെ ടോപ്പ് പാർട്ട് ബ്ലാക്ക് മാത്രം. ഇത്ര വരാം ഈ തുണി കൊണ്ട്. അങ്ങനെ 2 പീസ് വെട്ടിയെടുക്കണം. കൈക്കുള്ള തുണി, ഇത് ഫ്രണ്ടിലെ ടക്കിൻ്റെ പാർട്ട്, പ്രിൻസസ് കട്ടിൻ്റെ ടക്ക്. ഇത് ബാക്ക് പീസ്. ബാക്ക് പീസിൽ ഇത്ര ഭാഗം ബ്ലാക്ക് ആയിരിക്കും, ഈ തുണിയില്ല. ഇത്ര ഭാഗം ഡിസൈൻ തുണിയായിരിക്കും. ബാക്കി സൈഡും ബ്ലാക്ക് പീസ്, ബ്ലാക്ക് ക്ലോത്ത് പിടിപ്പിക്കും. ഇങ്ങനെ ഈ തുണി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കൈയുടെ ടോപ്പ് പാർട്ട് ബ്ലാക്ക് ആയിരിക്കും, ബാക്കി ഡിസൈൻ ആയിരിക്കും. തുണിയുടെ അരികൂടെയുള്ള സീക്വൻസ് പഠിച്ചു വെച്ചു. തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പിൽ അരിയുന്ന മാറ്റി ഇത് പിന്നീട് പിടിപ്പിക്കാം. ഫ്രണ്ടിലെ പടിക്കുള്ള ഹുക്കും അയും പിടിപ്പിക്കാണ് തുണി. ബ്ലൗസിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നു. കൈ പിടിപ്പിക്കുന്നു. അങ്ങനെ പ്രിൻസസ് കട്ട് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞു.
ഇനി ഹുക്ക് പിടിപ്പിക്കണം, കുഴ പിടിപ്പിക്കണം.